അച്ചാറിടാൻ കരിയാപ്പില വാങ്ങിക്കാൻ പോയപ്പോൾ അവിടുന്ന് കുറച്ച് കോഴിമുട്ട കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം നമ്മൾ കരിയാപ്പില ആവശ്യത്തിന് എടുത്തതിന് ശേഷമുള്ള കരിയാപ്പില സൂക്ഷിക്കുന്നതിന് ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചിരുന്നാൽ മതി. കുറച്ച് നാൾ ചീത്തയാവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ അച്ചാറെന്ന് വെച്ചാൽ പഴുത്ത മാങ്ങയാണ്. പഴുത്ത മാങ്ങ വെച്ച് അച്ചാറിടാനാണ്. അത് നമ്മൾ അരിഞ്ഞ് ഉപ്പും വിനാഗിരിയും ഒഴിച്ച് വെച്ചിട്ട് ഒരാഴ്ചയായി. ഇനി അതെടുത്ത് അച്ചാറിടാൻ പോവുക. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണിത്. പിന്നെ ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും മാത്രമേ ഇടത്തുള്ളൂ. മുളക് പൊടിയൊന്നും ഇടത്തില്ല. പിന്നെ ആദ്യം നമ്മൾ ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുക്കും. ചതച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടുമ്പോൾ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിലിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായം കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മാങ്ങയ്ക്കകത്തെ വെള്ളം ഊറ്റിയെടുത്ത് അതിൽ ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം മാങ്ങ കൂടി അതിലേക്ക് ഇട്ട് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പഴുത്ത മാങ്ങ നമുക്ക് ഇങ്ങനെയും സൂക്ഷിക്കാം. ഓക്കെ, ബായ്.